ഒരു വ്യക്തി തൻ്റെ വിവാഹ സമയത്ത് എടുക്കുന്ന പ്രതിജ്ഞ അവഗണിക്കുവാൻ ആരംഭിക്കുമ്പോൾ വാസ്തവത്തിൽ അവഗണിക്കുന്നത് ദൈവത്തെയാണ്. ജീവിത പങ്കാളിയോട് ചെയ്യുന്ന പ്രതിജ്ഞ ലംഘിക്കുന്ന ഒരു വ്യക്തിയെ ജീവിതത്തിലെ യാതൊരു കാര്യത്തിനും വിശ്വസിക്കുക പ്രയാസമാണ്. അവർ നൽകുന്ന വാക്കുകൾക്കും വാഗ്ദാനങ്ങൾക്കും യാതൊരു വിലയും അവർ നൽകാറില്ല. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കീഴടക്കുവാൻ കഴിയാത്ത പാപങ്ങളിൽ നിന്ന് ഓടിയകലാനാണ് ദൈവവചനം നമ്മെ ഉപദേശിക്കുന്നത്. ദ്രവ്യാഗ്രഹത്തെ വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, സഹിഷ്ണുത, സൗമ്യത എന്നിവയെ പിന്തുടരുക എന്ന് വിശുദ്ധ പൗലോസ് യൗവനക്കാരനായ തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുന്നു. പാപത്തോടുള്ള പോരാട്ടത്തിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാൻ എബ്രായ ലേഖനവും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇതിന് ഉത്തമ ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൽ നാം കാണുന്ന യോസഫിൻ്റെ ജീവിതം. പാപത്തെ ജയിക്കുവാൻ അദ്ദേഹം നടത്തിയ പോരാട്ടം ദൈവജനത്തിന് എന്നും വലിയൊരു പ്രചോദനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്യേണ്ടത്? ആത്മീയ പക്വതയുള്ള ഒരാൾക്കേ അതിന് കഴിയൂ. ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ യോസഫിനുണ്ടായ ഒരു വലിയ പ്രലോഭനമാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ യോസഫിൻ്റെ അനുഭവങ്ങൾ നാം പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നു. 39-ാം അധ്യായത്തിൽ നാം വീണ്ടും യോസഫിൻ്റെ അനുഭവങ്ങളിലേക്ക് വരുന്നു. ഇതിനിടയിൽ 38-ാം അധ്യായത്തിൽ നാം കണ്ട യോസഫിൻ്റെ അർദ്ധ സഹോദരൻ യഹൂദയിൽ നിന്നും വളരെ വ്യത്യസ്തമായ വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു യോസഫ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കിനിയും ഈ യുവാവിനെ ഒന്ന് അടുത്ത് ശ്രദ്ധിക്കാം. അവൻ എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്നോടൊപ്പം ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം ശ്രദ്ധിച്ചാട്ട് അതിൻ്റെ ആദ്യത്തെ വാക്യം. എന്നാൽ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇസ്മായില്യരുടെ കയ്യിൽ നിന്ന് ഫറവോൻ്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫേർ എന്ന ഒരു മിസ്രൈമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. 17 വയസ്സുള്ള സുമുഖനായ ഈ ചെറുപ്പക്കാരൻ അന്ന് ആ അടിമച്ചന്തയിൽ ഏറ്റവും അധികം വിലമതിച്ചവൻ ആയിരുന്നിരിക്കും. ഒരു അകമ്പടി നായകനായിരുന്ന പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങി. പൊത്തിഫർ പ്രമുഖനായ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. 2-ാം വാക്യത്തിൽ നാം കാണുന്നത് യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. ഒരു ദൈവ പൈതൽ എവിടെ ചെന്നാലും ദൈവം അവനോട് കൂടെ ഉണ്ടാകും. യോസഫ് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമായിരുന്നു. യോസഫ് വന്നപ്പോൾ ആ കുടുംബത്തിന് അനുഗ്രഹമായി. ഒരു ദൈവ പൈതൽ കടന്നു ചെല്ലുന്ന കുടുംബങ്ങൾക്ക് അതെപ്പോഴും അനുഗ്രഹമാകും. അത് വിവാഹത്തിലൂടെയാണെങ്കിലും മറ്റേതെങ്കിലും ബന്ധത്തിൽ ആണെങ്കിലും ഒരു ദൈവ പൈതൽ ചെല്ലുന്നിടത്ത് അവൻ അല്ലെങ്കിൽ അവൾ ഒരു അനുഗ്രഹമായിരിക്കും. യോസഫിൻ്റെ പ്രവർത്തനങ്ങളിലും അവൻ്റെ പ്രതികരണങ്ങളിലും എല്ലാം പൊത്തിഫർ ഒരു വ്യത്യസ്തമായ ഇടപെടൽ കണ്ടു. യോസഫിൽ വളരെ വ്യത്യസ്തനായിട്ടുള്ളൊരു വ്യക്തിയെ പൊത്തിഫർ ദർശിച്ചു. 3-ാം വാക്യം നോക്കുമ്പോൾ യഹോവ അവനോട് കൂടി ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു. ഇവിടം വരെ യോസഫിൻ്റെ ജീവിതം തികച്ചും സാധാരണമായിരുന്നു. എന്നാൽ ഈ കഥ ഇവിടെ നിന്ന് മാറുകയാണ്. ഇനി യോസഫ് ലോകത്തിൻ്റെ പ്രതിസന്ധികളെ നേരിടുവാൻ പോകുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് യോസഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു.
അവൻ അവനെ ഗ്രഹവിചാരകനാക്കി, തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതേക്കുറിച്ചൊന്ന് ചിന്തിക്കൂ. പൊത്തിഫറിൻ്റെ സകല സ്വത്തുക്കളെയും കൈകാര്യം ചെയ്യുന്ന സ്ഥാനത്തേക്ക് പൊത്തിഫർ യോസഫിനെ ഉയർത്തി. എന്തായിരിക്കും കാരണം? യോസഫിൻ്റെ സ്വഭാവശ്രേഷ്ഠതയും കാര്യക്ഷമതയും മൂലം. പൊത്തിഫർ യോസഫിനെ അത്രമാത്രം വിശ്വസിച്ചു. പിന്നെന്താണ് സംഭവിച്ചത്? എവിടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്? 5ഉം 6ഉം വാക്യങ്ങൾ. അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസഫിൻ്റെ നിമിത്തം മിസ്രയീമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി. അവൻ തനിക്കുള്ളതൊക്കെയും യോസഫിൻ്റെ കയ്യിലേൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണമൊഴികെ അവൻ്റെ കൈവശമുള്ള മറ്റ് യാതൊന്നും അവൻ അറിഞ്ഞില്ല. പൊത്തിഫർ യോസഫിനെ അതിരില്ലാതെ വിശ്വസിച്ചു എന്ന് ചുരുക്കം. അവൻ ഒരു കണക്കും യോസഫിൻ്റെ കയ്യിൽ നിന്നും ചോദിച്ചു കാണില്ല. ഈ ചെറുപ്പക്കാരൻ്റെ സത്യസന്ധതയിൽ പൊത്തിഫർ പൂർണ്ണമായും വിശ്വസിച്ചു. ഓർക്കണം, ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ലിത്. ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ അവനവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കും. പൊത്തിഫറിൻ്റെ ഏക ചിന്ത ഫറവോനെ എങ്ങനെ പ്രസാദിപ്പിക്കാം എന്നത് മാത്രമായിരുന്നു. അവൻ ഫറവോൻ്റെ ഒരു ഓഫീസറായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റെ ഗൃഹകാര്യങ്ങൾ നോക്കുവാൻ യോസഫിനെ പോലെ ഒരാളെ ലഭിച്ചത് അയാൾക്ക് വളരെ ആശ്വാസമായി കാണും. അവൻ മേശക്കരികിൽ വരുമ്പോൾ അവനുള്ള ഭക്ഷണം അവൻ്റെ മുൻപിൽ വയ്ക്കുമായിരുന്നു. അത്രയ്ക്ക് അവൻ യോസഫിനെ വിശ്വസിച്ചെന്ന് ചുരുക്കം. ഇനിയും സംഭവിച്ചത് 7-ാം വാക്യം. യോസഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനൻ്റെ ഭാര്യ യോസഫിന്മേൽ കണ്ണുപതിച്ചു. എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. നോക്കണേ, പരീക്ഷ വരുന്നത് ഏത് വഴിക്കാണെന്ന് കാണണേ. പൊത്തിഫർ തൻ്റെ ഭവനത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം യോസഫിന് നൽകിയിരുന്നതിനാൽ അവൻ വളരെ ധൃതിയിലായിരുന്നിരിക്കണം. യോസഫ് ബിസി ആയിരുന്നപ്പോൾ പൊത്തിഫറിൻ്റെ ഭാര്യയും വളരെ ബിസിയായിരുന്നു. അതെ, യോസഫിനെ വശീകരിക്കുവാനുള്ള ധൃതി. വേറെ പണിയൊന്നുമില്ലല്ലോ. 8ഉം 9ഉം വാക്യങ്ങളിൽ അവൻ അതിന് സമ്മതിക്കാതെ യജമാനൻ്റെ ഭാര്യയോട്, ഇതാ വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവൻ ഇല്ല. നീ അവൻ്റെ ഭാര്യയാകിയാൽ നിന്നെ അല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. തൻ്റെ പ്രവൃത്തികളിലൂടെ യോസഫ് ദൈവത്തെ ആയിരുന്നു സേവിച്ചത് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ ഉപജീവനത്തിനോ ആരെയെങ്കിലും പ്രസാദിപ്പിക്കാനോ ഒരു നേരം പോക്കിനോ ഒന്നുമല്ല ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത്. വിശ്വസ്തയോടെ കാര്യങ്ങളൊക്കെ ചെയ്തതിലൂടെ അവൻ ദൈവത്തെ സേവിക്കുകയായിരുന്നു. അവൻ മിസ്രൈമിലേക്ക് ചെന്നപ്പോൾ ആ സ്ഥലം ബാബിലോൺ പോലെ കണ്ണിൽ കണ്ടതിനെയൊക്കെ ആരാധിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ആ സാഹചര്യത്തിൽ യോസഫ് ജീവനുള്ള സത്യദൈവത്തിനൊരു സാക്ഷ്യം നിലനിർത്തുകയും ഉന്നതമായ സാൻമാർഗിക നിലവാരം കാത്തുസൂക്ഷിക്കുകയും ചെയ്തു. എന്നാൽ മിസ്രൈമ്യർക്കത് ഒരു പ്രശ്നമേ അല്ല. പൊത്തിഫറിൻ്റെ ഭാര്യ യോസഫിനെ പ്രലോഭിപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞത് ശ്രദ്ധേയമാണ്. എൻ്റെ യജമാനൻ നിന്നെ ഒഴിച്ച് വീട്ടിലുള്ള സകലവും എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും യോസഫിന് എത്ര വലിയൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് എന്ന് ശ്രദ്ധിക്കണം. 20കളിൽ ജീവിക്കുന്നതായ ഒരു യൗവനക്കാരൻ, അവൻ്റെ സാൻമാർഗിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ബോധം എത്ര ഉന്നതമായിരുന്നു. അതും അവൻ അന്യദേശത്തായിരുന്നു. അവൻ എന്ത് ചെയ്താലും ആരും കാണുന്നില്ല. ആ സ്ത്രീയുടെ വാക്ക് കേട്ടാൽ തൻ്റെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അവരെ അനുസരിച്ചില്ലെങ്കിൽ തൻ്റെ ജോലി പോകും എന്നൊന്നും അവൻ ചിന്തിച്ചില്ല. ദൈവത്തോട് പാപം ചെയ്യാൻ ഞാനില്ല. സകല മനുഷ്യവർഗത്തിനുമായി ദൈവം നൽകിയതാണ് വിവാഹം എന്നുള്ളത്. ഒരു വ്യക്തി വൈവാഹിക പ്രതിജ്ഞ അവഗണിക്കാൻ ആരംഭിക്കുമ്പോൾ അവഗണിക്കുന്നത് ദൈവത്തെയാണ്. വൈവാഹിക പ്രതിജ്ഞ ലംഘിക്കുന്ന ഒരു മനുഷ്യൻ സാധാരണയായി ദൈവത്തോട് ചെയ്തിട്ടുള്ള മറ്റേതൊരു പ്രതിജ്ഞയും ലംഘിക്കും. അനേകരുമായി ഇടപെടുകയും ഉപദേശിക്കുകയും ചെയ്തിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം പറയാം. വിവാഹബന്ധത്തിൽ ഉലച്ചിൽ സംഭവിച്ചിട്ടുള്ളവർ, അതായത് അതിന് കാരണക്കാരായവർ, അവർ
മറ്റാരേക്കാളും അധികം ദൈവത്തോട് അകന്നിരിക്കുന്നവരായിരിക്കും. ഇത് ഞാൻ വീണ്ടും വീണ്ടും കാണുന്ന ഒരു സത്യമാകുന്നു. ദൈവത്തോട് വിശ്വസ്തനായിരിക്കുവാൻ യോസഫ് ഇവിടെ ശ്രദ്ധിക്കുന്നു. എത്ര വലിയ കാഴ്ചപ്പാടാണ് യോസഫിനുള്ളത്. എന്നിട്ടും അവന് വന്നു ഭവിക്കുവാൻ പോകുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. ജീവനുള്ള സത്യദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുവാൻ ശ്രമിച്ചാൽ ഇങ്ങനെയൊക്കെയാണോ എന്നൊരു പക്ഷേ താങ്കൾ ചോദിച്ചേക്കാം. അവൻ്റെ അനുഭവം തന്നെ ശ്രദ്ധിച്ചാട്ട് 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൾ ദിനംപ്രതിയും യോസഫിനോട് പറഞ്ഞിട്ടും അവളോടുകൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. യോസഫിന് നിരന്തരമായ ഒരു പ്രലോഭനമായിരുന്നു ഈ സ്ത്രീ. എന്നാൽ അവൻ അതിൽ വീണില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് അവനോട് പകയായി. എങ്ങനെയെങ്കിലും അവനോട് പകരം വീട്ടുവാൻ അവൾ തക്കം പാർത്തു. അവൾ എന്തു ചെയ്തു എന്ന് തുടർന്ന് പറയുന്നു 11 മുതലുള്ള വാക്യങ്ങളിൽ. ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെ ഇല്ലായിരുന്നു. അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു, എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ച് അവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവനൊരു എബ്രായനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു. എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചു. പൊത്തിഫറും ഭാര്യയും തമ്മിൽ അത്ര നല്ല രസത്തിലല്ലായിരുന്നു എന്ന് ഈ സ്ത്രീയുടെ സംസാരത്തിൽ നിന്നും തോന്നുന്നില്ലേ? പൊത്തിഫറിനെ വളരെ മോശമാക്കി പരിഹസിച്ച് അവൾ സംസാരിക്കുന്നു. എന്താ പറഞ്ഞത്? അവനൊരു എബ്രായനെ കൊണ്ടിട്ടിരിക്കുന്നു നമ്മെ അവഹേളിക്കുവാൻ. ഈ സംസാരം കേട്ടിട്ട് അവൾക്ക് ഇതിനു മുമ്പേ തന്നെ കുറ്റബോധമുള്ളതുപോലെ തോന്നുന്നില്ലേ? വാസ്തവത്തിൽ എനിക്ക് പൊത്തിഫറിനോട് സഹതാപം തോന്നുന്നു. അവൻ്റെ സംശയം തീർക്കുവാൻ ഉതകുന്ന വിധത്തിലാണല്ലോ അവളുടെ സംസാരവും പ്രവർത്തനവും. അവൾ ഇനിയും തൻ്റെ ഭാഗം ന്യായീകരിക്കുവാൻ പോകുകയാണ്. 15 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് ഓടിപ്പോയി കളഞ്ഞു എന്ന് പറഞ്ഞു. യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ച് കൊണ്ടിരുന്നു. അവനോട് അവൾ ഔവണ്ണം തന്നെ സംസാരിച്ചു. നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. ഇവിടെ ഇതാ ഈ ചെറുപ്പക്കാരൻ യോസഫ് തനിയെ മിസ്രൈമിൽ, അന്യനാട്ടിൽ. അവൻ്റെ പക്ഷം പറയുവാൻ പോലും ആരുമില്ല. ആർക്കെങ്കിലും ചിന്തിക്കുവാൻ കഴിയുന്നതിനേക്കാൾ മോശമായ വിധത്തിൽ അവനെ ഒരു സ്ത്രീ താറടിച്ചിരിക്കുകയാണ്. യോസഫിനെക്കുറിച്ചുള്ള ഈ പരാതി അവൾ മറ്റു പുരുഷന്മാരോടാണ് പറയുന്നതെന്ന് ഓർക്കണം. അവളുടെ ഭർത്താവ് വീട്ടിൽ നിന്നും അകലെയാണ്. അതുകൊണ്ട് അവൻ വരുമ്പോഴേക്കും പറഞ്ഞു കേൾപ്പിക്കുവാനായി അവൾ ഈ കഥയെല്ലാം കെട്ടിച്ചമച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സമയവും ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. 17 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, അവനോട് അവൾ ഔവണ്ണം തന്നെ സംസാരിച്ചു. നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. നിൻ്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. തൻ്റെ ഭാര്യ പറഞ്ഞ കഥയൊക്കെ പൊത്തിഫർ വിശ്വസിച്ചെന്നാണ് തോന്നുന്നത്. അത് കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. അവൻ ഫറവോൻ്റെ പട്ടാളത്തിലെ ഒരു അകമ്പടി നായകനായിരുന്നു. തീർച്ചയായും കഴിവും ബുദ്ധിയുമുള്ളൊരു മനുഷ്യനായിരുന്നു അയാൾ. എന്നാൽ ഞാൻ പറയും, അവനെപ്പോലെ ഭോഷനായൊരു ഭർത്താവില്ലെന്ന്. തൻ്റെ ഭാര്യ എങ്ങനെയുള്ളവളാണെന്ന് പൊത്തിഫറിന് അറിയാമായിരുന്നെങ്കിലും ആ അവസരത്തിൽ കാര്യം ഒതുക്കി തീർക്കുവാൻ യോസഫിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നതാണ് നല്ലതെന്ന് അവന് തോന്നിയിരിക്കും. ഇവൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം അന്യപുരുഷന്മാരുമായി ബന്ധപ്പെട്ടിരിക്കാം. എന്നാൽ യോസഫ് അവളുടെ വലയിൽ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ അവനെ കെണിയിലാക്കി. എന്തൊരു മര്യാദയല്ലേ! ഇനിയും ഞാൻ ആ കാര്യം വിവരിക്കേണ്ടതില്ലല്ലോ. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗൃഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗൃഹത്തിൽ കിടന്നു. ഒന്ന് ആലോചിച്ചാൽ എന്തൊരു നിർഭാഗ്യവാനാണ് ഈ ചെറുപ്പക്കാരനല്ലേ. ഭവനത്തിൽ അവൻ പിതാവിൻ്റെ ഓമനയായിരുന്നു, മനോഹരമായ നിലയങ്കി ധരിച്ചവൻ. എന്നാൽ അവൻ്റെ സഹോദരന്മാർ ആ ബഹുവർണ്ണ അങ്കി ഊരിയെടുത്ത് അവനെ പൊട്ടക്കുഴിയിലിട്ടു. അവിടെ നിന്നും അവൻ അടിമയായി വിൽക്കപ്പെട്ടു. ഒരു ദുഃഖവും അറിഞ്ഞിട്ടില്ലാത്ത മകൻ
അപ്പൻ്റെ ഇഷ്ടപുത്രൻ, വെറും 17 വയസ്സ് മാത്രമുള്ള ചെറുപ്പക്കാരൻ. എന്നാൽ ഇപ്പോൾ തെറ്റൊന്നും ചെയ്യാതെ അവൻ തുടരെ ശിക്ഷിക്കപ്പെടുന്നു. മിസ്രൈമിൽ ചെലവഴിച്ച മിക്ക ദിവസങ്ങളിലും അവൻ രാത്രികളിൽ ഇരുന്ന് ഒറ്റയ്ക്ക് കരഞ്ഞു കാണും. ഇപ്പോഴിത് അടുത്ത പരീക്ഷണം. അവൻ പൊത്തിഫറിൻ്റെ ഭാര്യയ്ക്ക് വഴങ്ങാത്തതിനാൽ അവനെ അവഹേളിച്ച് ജയിലിൽ അടച്ചു. എന്തൊരു കഷ്ടം! പാവം യോസഫ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടുവെങ്കിലും അവൻ ഇന്നും ഒരു അടിമയാണ്. തന്നോട് പറയുന്നത് ചെയ്യുന്നതാണ് ശരിയെന്ന് യോസഫിന് ഒരുപക്ഷെ ചിന്തിക്കാമായിരുന്നു. എന്നാൽ യോസഫ് അതിനെ കണ്ടത് മറ്റൊരു തരത്തിലായിരുന്നു. യജമാനത്തിയുടെ ആവശ്യം അംഗീകരിച്ചാൽ അത് യജമാനനോടുള്ള അവിശ്വസ്തതയും ദൈവത്തോടുള്ള പാപവുമായി മാറും. പലപ്പോഴും പരീക്ഷകളിൽ വീണിട്ട് നാം ഉപാധികൾ പറഞ്ഞ് രക്ഷപ്പെടുവാൻ ശ്രമിക്കാറില്ലേ? അതൊരിക്കലും ദൈവം അംഗീകരിക്കില്ല. അങ്ങനെ യോസഫിനെ രാജാവിൻ്റെ ബദ്ധന്മാർ കിടന്ന കാരാഗൃഹത്തിൽ അടച്ചു. 21 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. കാരാഗൃഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗൃഹ പ്രമാണി യോസഫിൻ്റെ കയ്യിലേൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുക കൊണ്ട് അവൻ്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. ഇവിടെ ഇതാ വീണ്ടും കാര്യങ്ങൾ യോസഫിന് അനുകൂലമാകുന്നു. യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. എത്ര പ്രോത്സാഹജനകമായ പ്രസ്താവന! ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ദൈവകരം വ്യക്തമാണ്. അവൻ കാരാഗൃഹത്തിലാണെങ്കിലും യഹോവ യോസഫിനോട് കൂടെ ഇരുന്നു. മറ്റ് പിതാക്കന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ യഹോവ യോസഫിന് പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ദൈവം യോസഫിനോട് കരുണ കാണിക്കുന്നു. ഒന്നാമതായി കാരാഗൃഹ പ്രമാണിക്ക് യോസഫിനോട് താല്പര്യം തോന്നുവാനും അവനെ വിശ്വസിക്കുവാനും ദൈവം കൃപ ചെയ്യുന്നു. നാം ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യമുണ്ട്. യോസഫ് സുമുഖനായ ഒരു ചെറുപ്പക്കാരനായിരുന്നെങ്കിലും, വളരെയധികം കഴിവുകൾ അവനുണ്ടായിരുന്നെങ്കിലും, ദൈവം അവനോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ ഒന്നും പ്രയോജനപ്പെടുകയില്ലായിരുന്നു എന്നതാണത്. ദൈവം അവനോട് കൂടെ ഇരുന്നു, അവനെ നയിച്ചു. ഈ അനുഭവങ്ങളെല്ലാം യോസഫിൻ്റെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശ നിവൃത്തിയുടെ മുന്നോടിയായി സംഭവിച്ചതാണ്. യോസഫ് അത് ഗ്രഹിച്ചു. അതവന് ഉല്ലാസവും ശുഭപ്രതീക്ഷയും പ്രദാനം ചെയ്തു. സാഹചര്യങ്ങൾ അവനെ താഴ്ത്തിക്കളഞ്ഞില്ല. അവൻ തൻ്റെ ചുറ്റുപാടുകൾക്ക് അതീതമായി ജീവിച്ചു. പലരുടെയും ചുറ്റുപാടുകൾ അവരുടെ തലയ്ക്ക് മീതെയാണ്. എന്നാൽ സാഹചര്യങ്ങൾക്ക് മീതെ ജീവിക്കുന്നവനായിരുന്നു യോസഫ്. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. 37-ാം അധ്യായം നാം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആ പ്രസ്താവനയിലേക്ക് ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. അതായത് ക്രിസ്തുവിൻ്റെ ആളത്വത്തോടും അനുഭവങ്ങളോടും യോസഫിനെ പോലെ സാമ്യമുള്ള മറ്റൊരു വ്യക്തിയും തിരുവചനത്തിലില്ല. 37-ാം അധ്യായത്തിൽ തന്നെ യോസഫും യേശുക്രിസ്തുവും തമ്മിലുള്ള ചില സാമ്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയുണ്ടായി. നമുക്കിവിടെ ചില സാമ്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാം. ഇത്തരുണത്തിൽ അത് വളരെ ശ്രദ്ധേയമാണ്. ചിലത് എന്ന് ഞാൻ പറയുമ്പോൾ ഏതാണ്ട് 20ഓളമുണ്ട്. ഞാൻ പെട്ടെന്ന് അതൊന്ന് പറയാം. യോസഫിനെ അവൻ്റെ പിതാവ് തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് അയച്ചു. യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവം തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്കാണ് അയച്ചത്. അതെ, ഇസ്രായേൽ ഗൃഹത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക്. ഒരു കാരണവുമില്ലാതെ യോസഫിനെ തൻ്റെ സഹോദരന്മാർ വെറുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. തന്നെക്കുറിച്ച് തന്നെ യേശു കർത്താവ് പറഞ്ഞത് കാരണം കൂടാതെ അവർ എന്നെ പകച്ചു എന്നാണ്. മൂന്നാമത്തെ സാമ്യം, തൻ്റെ സ്വന്തം സഹോദരങ്ങൾ യോസഫിനെ വിറ്റു. സഹോദരതുല്യനായ തൻ്റെ സ്വന്തം ശിഷ്യന്മാരിൽ ഒരാൾ യേശുക്രിസ്തുവിനെയും വിറ്റു. നാലാമതായി, യോസഫിനെ 20 വെള്ളിക്കാശിന് വിറ്റു എങ്കിൽ കർത്താവായ യേശുവിനെ 30 വെള്ളിക്കാശിന് വിറ്റു. അഞ്ചാമതായി, സഹോദരന്മാരെല്ലാവരും കൂടി യോസഫിനെ കൊല്ലുവാൻ പരിപാടിയിട്ടു. യേശുവിനെ കൊല്ലുവാനും തൻ്റെ യഹൂദ സഹോദരന്മാരാണ് പദ്ധതിയിട്ടത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് നാം വായിക്കുന്നു. ആറാമതായി, യോസഫിനെ ഒരു പൊട്ടക്കുഴിയിലിട്ടു. അവനെ സംബന്ധിച്ചിടത്തോളം അത് മരണതുല്യമായിരുന്നു. യേശു കർത്താവിനെ ഒരു ക്രൂശിന്മേൽ ക്രൂശിച്ചു. ഏഴാമതായി, യോസഫിനെ ആ കുഴിയിൽ നിന്നും കരയ്ക്ക് കയറ്റി. യേശു കർത്താവ് മരിച്ചവരിൽ നിന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന് സമമാണിത്. എട്ടാമതായി, യോസഫ് തൻ്റെ പിതാവിനെ അനുസരിച്ചു.
യേശു കർത്താവും തൻ്റെ പിതാവിനെ അനുസരിച്ചു. അതുകൊണ്ടാണ് പിതാവിന് പ്രസാദമുള്ള പ്രവൃത്തി താൻ എപ്പോഴും ചെയ്തു എന്ന് അവന് പറയുവാൻ കഴിഞ്ഞത്. 9, തൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുവാനാണ് യോസഫിൻ്റെ പിതാവ് അവനെ അയച്ചത്. തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് യേശു കർത്താവും ഈ ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ പിതാവിൻ്റെ ഹിതം ചെയ്യുവാനാണ് താൻ വന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. 10, യോസഫിനെ അവൻ്റെ സഹോദരന്മാർ കളിയാക്കി. അവൻ വരുന്നത് അകലെ നിന്ന് കണ്ട സഹോദരന്മാർ പറഞ്ഞത് സ്വപ്നക്കാരൻ വരുന്നു എന്നത്രേ. നമ്മുടെ കർത്താവിനെ തൻ്റെ സഹോദരന്മാർ ആക്ഷേപിച്ചു. അവൻ ക്രൂശിലായിരുന്നപ്പോൾ അവർ അവനെ പരിഹസിച്ച് പറഞ്ഞത് അവൻ ക്രിസ്തു ആകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്നും താഴെ ഇറങ്ങി വരട്ടെ എന്നാണ്. 11, യോസഫിനെ അംഗീകരിക്കുവാൻ അവൻ്റെ സഹോദരന്മാർ വിസമ്മതിച്ചു. ക്രിസ്തുവിൻ്റെ സഹോദരന്മാർ, അത് യഹൂദന്മാർ, യേശുവിനെ അംഗീകരിക്കുവാൻ കൂട്ടാക്കിയില്ല. 12, യോസഫിനെ കൊല്ലുവാൻ അവർ കൂടിയാലോചിച്ചു. യേശു കർത്താവിനെ കൊല്ലുവാനും തൻ്റെ സഹോദരന്മാർ കൂടിയാലോചനകൾ നടത്തിയതായി നാം കാണുന്നു. 13, രക്തം ഇറ്റിറ്റു വീഴുന്ന വിധത്തിൽ യോസഫിൻ്റെ അങ്കി അവർ പിതാവിൻ്റെ അടുത്തെത്തിച്ചു. അവർ യേശു കർത്താവിൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്ന് നാം വായിക്കുന്നു. 14, മിസ്രൈമിലേക്ക് വിൽക്കപ്പെട്ടതിന് ശേഷം യോസഫിനെ അനേക വർഷത്തേക്ക് അവർ കണ്ടിട്ടില്ല. ക്രിസ്തു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് താൻ തിരികെ വരുന്നത് വരെ അവർ അവനെ കാണുകയില്ല എന്നത്രേ. 15, ലോകവും ജഡവും പിശാചും യോസഫിനെ പരീക്ഷിച്ചു. എന്നാൽ അവൻ എതിർത്ത് നിന്നു. നമ്മുടെ യേശു കർത്താവും ലോകത്താലും ജഡത്താലും പിശാചിനാലും പരീക്ഷിക്കപ്പെട്ടു. എന്നാൽ വിജയം വരിച്ചത് കർത്താവ് തന്നെയാണ്. 16, സാമ്യം. ഭൗമിക അർത്ഥത്തിൽ ആ കാലയളവിലെ ലോകത്തിൻ്റെ രക്ഷകനായി യോസഫിനെ കാണാവുന്നതാണ്. അവൻ ലോകത്തെ പട്ടിണിയിൽ നിന്നും രക്ഷിച്ചു. എന്നാൽ എല്ലാ അർത്ഥത്തിലും ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും രക്ഷകനാണ്. 17, സാമ്യം. യോസഫ് തൻ്റെ സഹോദരന്മാരാൽ വെറുക്കപ്പെട്ട് ജാതികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അവന് തന്നെ സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അവർ അവനെ അന്യായമായി കുറ്റം വിധിച്ചു. ക്രിസ്തുവിനെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരന്മാർ മതനേതാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അവൻ നിഷ്കളങ്കനായിരുന്നിട്ടും അവനെ കുറ്റം വിധിച്ചു. 18, ക്രിസ്തുവിന് നേരെ അവൻ്റെ ശത്രുക്കൾ ഉയർത്തിയ ആരോപണങ്ങൾ ഒന്നും പീലാത്തോസ് വിശ്വസിച്ചില്ല എന്ന് നാം കാണുന്നു. അവൻ പറഞ്ഞത് ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്നത്ര. എന്നിട്ടും അവനെ കൊല്ലുവാൻ അവൻ വിധിച്ചു. ഒരുപക്ഷെ യോസഫിൻ്റെ കാര്യത്തിൽ പൊത്തിഫേറിന് ബോധ്യമുണ്ടായിരുന്നിരിക്കും യോസഫ് നിരപരാധിയാകുന്നു എന്ന്. എന്നിട്ടും യോസഫിനെ അവൻ ശിക്ഷയ്ക്ക് വിധിച്ചു. 19, കാരാഗ്രഹ പ്രമാണിക്ക് യോസഫിനോട് ഇഷ്ടം തോന്നി. യേശുവിൻ്റെ കാര്യത്തിൽ റോമൻ ശതാധിപൻ പറഞ്ഞത് സത്യമായി ഇവൻ ദൈവപുത്രനായിരുന്നു എന്നത്രേ. ഒടുവിലായി യോസഫിനെ കുറ്റവാളികളുടെ കൂട്ടത്തിൽ എണ്ണി. അവൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിക്കൊരു അനുഗ്രഹമായിരുന്നു. അതേസമയം അപ്പക്കാരുടെ പ്രമാണിയുടെ ന്യായവിധിയെക്കുറിച്ച് മുന്നമേ പറഞ്ഞു. ക്രിസ്തുവിനെ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിച്ചു. ഒരാൾ ശിക്ഷിക്കപ്പെട്ടു, മറ്റേയാൾ പറുദീസയിൽ ചേർക്കപ്പെട്ടു. യേശുവും യോസഫും തമ്മിൽ ഇനിയും ചില സാമ്യങ്ങൾ കൂടിയുണ്ട്. മുമ്പോട്ട് പഠിക്കുമ്പോൾ ഞാനത് പറയാം. എത്ര ഉന്നതമായ ഒരു വ്യക്തിത്വമായിരുന്നു യോസഫിൻ്റേതല്ലേ. നമ്മയൊക്കെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നു എങ്കിൽ, നമ്മുടെ കുടുംബജീവിതത്തിൽ, ജോലി രംഗങ്ങളിൽ കർത്താവിനോടുള്ള വിശ്വസ്തത നാം നിലനിർത്തുന്നുവെങ്കിൽ തീർച്ചയായും അത് നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമാകും. ദൈവവചനം നിങ്ങളെ ആ വിശ്വസ്തതയിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലായ്പ്പോഴും ദൈവസാന്നിധ്യബോധത്തിൽ ജീവിക്കുന്നതാണ് പാപത്തെ അതിജീവിക്കുവാനുള്ള ഉത്തമമായ മാർഗം. ക്രിസ്തുവിനോട് താതാത്മ്യം പ്രാപിച്ച ജീവിതമാണ് യോസഫിൻ്റെ ജീവിതത്തെ ഇത്ര മനോഹരമാക്കിയത്. ക്രിസ്തുവിനെ പോലെ ആകുവാനുള്ള തീവ്രമായ ആഗ്രഹം തന്നെ ആയിരിക്കണം ഒരു ക്രിസ്തു ഭക്തൻ്റെ ജീവിത ലക്ഷ്യം. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ എന്ന പൗലോസിൻ്റെ ആഹ്വാനം യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ആത്മീയ പ്രാഗൽഭ്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്.